ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ബ്രസീലിലാണുള്ളത്. ബ്രസീലിൽ റിയോ ഡെ ജനീറോയിലാണുള്ളത്. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യായിരുന്നു. ഇവിടുന്ന് ക്രൈസ്റ്റ് റെഡീം എല്ലാം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ഫുഡ് കഴിക്കണം. അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഞാനൊന്നും നേരം പോലെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിന്ന് എനിക്ക് കുറേ എനർജി വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ചിക്കന് 25, ഇതിന് 45 ഫുഡിന്റെ റേറ്റ്. അപ്പൊ ഞാനിതാ ചിക്കൻ ഹാഫ് മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ക്വാർട്ടർ ആയിട്ട് കിട്ടൂല, ഹാഫ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഹാഫ് ആയിട്ട് അത് മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇന്ന് എനിക്ക് കുറേ നടക്കാനുണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് മഴയൊന്നും ഇല്ല, നല്ല കാലാവസ്ഥയാണ്, ലൈക്ക് വെയിലാണ്. ഇവിടെ വെയിലാണെങ്കിലാണ് നമുക്ക് എല്ലാവരുടെയും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇന്ത്യ പോർച്ചുഗീസ് അറിയാറുണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും എന്നോട് സംസാരിക്കുന്നുണ്ട്, തിരിച്ചെനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ഇവിടെ പ്ലേറ്റ് എല്ലാം തന്നിട്ടുണ്ട്, ഫോക്ക്, സ്പൂണ് എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ, നൈഫും എല്ലാം. സോ ഇതാണ് ചിക്കൻ. പ്രത്യേകിച്ച് ഇതിൽ മസാല കാര്യങ്ങളൊന്നുമില്ല. പൊട്ടാറ്റോ അതിൽ വരുന്നുണ്ട്, പിന്നെ ചിക്കനും ഇതാണ് വരുന്നത്. ഇതിന് ഇന്ത്യൻ റുപ്പി 500 രൂപ. അത് കുറവാണ് കേട്ടോ, കാരണം ഇത്രയും ചീപ്പായിട്ട് വേറെ എവിടെയും കിട്ടുന്നില്ല. ഇത് ഹോസ്റ്റലിന് തൊട്ടുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ത്യൻ റുപ്പി 500 രൂപയ്ക്ക് ഇത്രയും ചിക്കൻ കിട്ടി. ഫുഡ് കഴിച്ചിറങ്ങി ഞാൻ വെള്ളവും മേടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് 7 ആയി. അപ്പോൾ 32 ഇവിടുത്തെ പൈസയാണ് ആയത്. നമ്മളെ നാട്ടിലെ ഒരു 650 രൂപയാണ് ആയത്. ഒരു നേരം ഫുഡ് കഴിക്കുമ്പോൾ ഒരു 650 രൂപയാവും. അത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ 2000-3000 യൂറോപ്പ് പോലെ തന്നെ ആവും. എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ആണ്. എന്താ പറ്റിയെന്നറിയില്ല, ഭയങ്കര എക്സ്ട്രീം ത്രോട്ട് പെയിനും, കിടക്കാനൊക്കെ തോന്നുന്നുണ്ട്, തലവേദനയും, പനി വരുന്ന പോലൊരു ഫീലാണ് എനിക്കുള്ളത്. പക്ഷേ ഞാൻ ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാ ദിവസവും 1000 രൂപ വെച്ച് ഹോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും പൈസ വെച്ച് കുറേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ വേറൊരു പണിയും കൂടെ കിട്ടി. അതിനിടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാർജർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഒരു ഇത് മേടിക്കണം, ചാർജർ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും മേടിക്കണം. ഐഫോണിൻ്റെ ചാർജറിനൊക്കെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിനി അത് മേടിക്കണമെങ്കിൽ എവിടെ നിന്ന് മേടിക്കുമെന്ന് എനിക്കറിയില്ല. തപ്പി കണ്ടുപിടിച്ചിട്ട് അതും മേടിക്കണം. എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതാ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ടോ 007 സിൽവസ്ത്രേ, ആ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം ഫുള്ളായിരുന്നു, ബസ് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി, ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. തൊട്ടപ്പുറം എത്തിയെന്ന് തോന്നുന്നു, എത്താനായി. സോ അവിടെ ഇറങ്ങിയിട്ട് പിന്നെയും ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററോളം നടക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഈ ക്രൈസ്റ്റ് റെഡീമിൻ്റെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഞാനിതവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ലിഫ്റ്റ് അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ അപ്പോൾ നടക്കുവാണിപ്പോൾ. ലിഫ്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ലിഫ്റ്റ് അടിക്കുവേ. എനിക്കറിയില്ല, ആരും നടന്നു പോകുന്നില്ല. എനിക്കൊണ്ട് ഞാൻ മാത്രമാണ് നടന്നു പോകുന്നത്. 3 കിലോമീറ്റർ നടക്കാനുണ്ട് ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത്. എനിക്ക് ലിഫ്റ്റ് കിട്ടി. I'm so happy. Obrigada. Okay. എനിക്കിത് പുള്ളിക്കാരൻ ലിഫ്റ്റ് തന്നിട്ടോ. അതെ, ജസ്റ്റ് നടന്ന് കയറിയുള്ളൂ, അപ്പോൾ തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഇതിൽ പോകാനായിട്ട് കുറേ പൈസ മേടിക്കും ഇവർ. എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി 1500 രൂപ എല്ലാം ഏകദേശം വരും, ജസ്റ്റ് 3 കിലോമീറ്റർ നടക്കാനായിട്ട്. കാരണം അത്രയും ടൂറിസ്റ്റിക് സ്ഥലമാണ്. അവിടെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. യെസ്, സക്സസ്. എൻ്റെ ബ്രസീൽ എൻ്റെ ഫസ്റ്റത്തെ ഹിച്ച് ഹൈക്കിംഗ് ആണ്. Obrigada. താങ്ക് യു. രക്ഷപ്പെട്ടു. പക്ഷെ നടന്നു പോകുന്ന വഴി അടിപൊളിയാണ്, കാടാണ്, പിന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ബോറടിക്കൊന്നുമില്ല കേട്ടോ. ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതേ ടിക്കറ്റ് എടുക്കണം. സോ ഇവിടെ നിന്ന് ഇനി ട്രെയിൻ ഉണ്ട്. ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വണ്ടിയിൽ എന്തായാലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിക്കുള്ള ടിക്കറ്റും എടുക്കണം, പിന്നെ ക്രൈസ്റ്റ് റെഡീമിനുള്ള ടിക്കറ്റും എടുക്കണം. എത്രയാണെന്ന് എനിക്കറിയില്ല. ട്രെയിനിന് പോകണമെങ്കിൽ ഭയങ്കര റേറ്റാണ്. വണ്ടിയിൽ പോകുന്നതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്.
ടോട്ടൽ ഇതാ 87 വന്നിട്ടുള്ളത് ടിക്കറ്റിൻ്റെ പ്രൈസ്. ഇത് ട്രെയിനല്ല, ഞാൻ വാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വാൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ വാനിലേക്ക് വഴിയുണ്ട്. ഇവിടെ അധികം ഒന്നും തിരക്കൊന്നുമില്ല. അപ്പോൾ ഓരോ വാന് ആയിട്ട് പോകുമ്പോൾ അങ്ങനെ പോവുക. ചിലർ ട്രെയിനിലായിരിക്കും പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ട്രെയിനിലായിരിക്കും പോകുന്നത്. ട്രെയിനിൽ പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ വാനിൽ പോകാമെന്ന് വിചാരിച്ചത്. ഇത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഒരു 1800 രൂപ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രൈസ്റ്റർ റെഡീം കാണാനായിട്ട്. ജസ്റ്റ് അതിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഞാനിപ്പോൾ ബസ്സിൽ എൻ്റെ ഹോസ്റ്റലിന് മുന്നേ ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സിൽ 5 ആയി. പിന്നെ അതിന് ശേഷം ലിഫ്റ്റ് അടിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെയും പ്രൈസ് വന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ടിക്കറ്റ് മാത്രമാണ് 87 വന്നത്. ഇതെനിക്ക് 87 1800 പോയിട്ട് തിരിച്ച് ഇവിടെ വരെ വരാം. ഇവിടെ തന്നെ തിരിച്ച് താഴേക്ക് ലിഫ്റ്റ് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നടന്നു പോവാം. താഴേക്ക് ഇറക്കമായതുകൊണ്ട് നടന്നു പോവാം. കാരണം ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല ചുരം കയറി വരണമായിരുന്നു. അതെൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഞാനിതാ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ട്. തിരക്കൊന്നുമില്ല കേട്ടോ. ഇതുവഴി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറണം. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരിക്കും. ടോപ്പിലെത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് റിയോ ഡെ ജനീറോ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആയിരിക്കും. ഇവിടുത്തെ വ്യൂ നോക്ക് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറി ഇതായിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാണുന്നത് കടലാണ്. പക്ഷെ മേഘം പോലെ കിടക്കുന്നുണ്ടോ? ഇവിടെയുള്ള മേഘവും കടലും തമ്മിൽ മനസ്സിലാവുള്ളല്ലോ. ഒരേപോലെ രണ്ടൊരു മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റെപ്സ് അങ്ങനെ കയറിയിട്ട് വേണം പോകാനായിട്ട്. കുരങ്ങന്മാരോ എന്തൊക്കെയുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഫുൾ അടിപൊളി വ്യൂ ആണ്. ഫൈനലി ഇതാ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലേക്ക് പോകണം. എന്ത് ഹൈറ്റാണ്, കാണുന്ന പോലെ അല്ലട്ടാ. ഭയങ്കര ഹൈറ്റ് ഉണ്ട്. അങ്ങോട്ട് കയറി പോകണം. വാവ്, വേൾഡിലെ 7 വണ്ടേഴ്സ് ഉണ്ടല്ലോ, അതിലൊരെണ്ണമാണ് താജ്മഹൽ. ഇല്ല, അതുപോലെ ഒരെണ്ണം വേൾഡ് വണ്ടറിലുള്ളതാണ്. അതുപോലത്തെ ഒരെണ്ണമാണ് ഇത്, ക്രൈസ്റ്റ് റെഡീം. ഇത് യേശുക്രിസ്തു ആണ്. യേശുക്രിസ്തുവിൻ്റെ വലിയ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണുന്നത്. സ്റ്റെപ്പ് കയറി ഞാൻ ക്ഷീണിച്ച്. എനിക്കറിയില്ല, എൻ്റെ ഹെൽത്ത് വീക്കാന്ന് തോന്നുന്നു. കിതക്കിന് ഞാൻ കിടന്ന്. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ വന്നാലാണ് ഇവിടെ അടിപൊളി കാണാൻ. വെയിലില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഭാഗ്യമുണ്ട് വെച്ചാൽ ഭാഗ്യം ഉണ്ടാവില്ലാന്ന്. കാരണം ഇന്നലെയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോവാഞ്ഞേ. ഇന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വാഗതത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ ഒരു ഇതിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ കൈ വിരിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന 2 കൈ കൊണ്ട് ഇരിക്കണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ക്യാമറയോട് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാവ്, അടിപൊളി. ഇതുണ്ടല്ലോ ഞാൻ ഇന്നലെ മേടിച്ചതാണ്. ഇന്നലെ തലയിൽ കെട്ടാൻ ഇതുപോലത്തെ സാധനം ബന്ധാനയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ സിൽക്ക് ആയതുകൊണ്ട് അഴിഞ്ഞ് ചാടുക. അപ്പോൾ ഞാനെടുത്ത് കയ്യിൽ കെട്ടി. എനിക്ക് ജേഴ്സി മേടിക്കണം, കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാനിത് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. 710 മീറ്റർ ഉയരം ഇതിനുണ്ട്. നമുക്ക് ഇവിടുന്ന് മാനത്തേക്ക് നോക്കുമ്പോൾ തന്നെ അത് വേറെ എവിടെയോ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നോക്ക്, ഇതെൻ്റെ 3ാമത്തെ വേൾഡ് വണ്ടറാണ്. ഞാൻ പോയിട്ടുള്ളത് ഒന്ന് ഇത് ക്രൈസ്റ്റ് റെഡീം ബ്രസീലിൽ, പിന്നെ പെറുവിലെ മച്ചു പിച്ചു, പിന്നെ ഇറ്റലിയിലെ കൊളോസിയം. ഇന്ത്യയിലെ താജ്മഹൽ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് 3 വേൾഡ് വണ്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ എന്താ പറയുക, കുറച്ചും കൂടെ നൈസായിട്ടുണ്ട്. ആ ക്ലൗഡ്സും സ്കൈയൊക്കെ കണ്ടോ? സ്കൈൻ്റെ കളർ തന്നെ നോക്ക്, ഭയങ്കര അടിപൊളി. നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. സ്കൈ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അടിപൊളിയാണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ ഒന്നും പറയാനില്ല. ദ ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ. അടിപൊളി. നമുക്ക് നല്ല ക്രൗഡുണ്ട് അവിടെ. നമുക്ക് ഫുൾ ആൾക്കാരെയും കൊണ്ട് നിറഞ്ഞേക്കുവാണ്. ഇത് കൂടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഹെലികോപ്റ്റർ കറങ്ങുന്നില്ല. ആ ഹെലികോപ്റ്ററിൽ അങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അതാണ് ഈ ഹെലികോപ്റ്റർ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സൈഡിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ആൾക്കാർ അത്രയും തിരക്കായിട്ട്. 1922 ഇത് നിർമ്മിച്ചത്. അപ്പോൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് 1931 വരെ പണി തന്നെ നടക്കുമായിരുന്നു. ഏകദേശം 9 വർഷം ഇതിൻ്റെ പണി നടന്നു. കാരണം അത് അത്രയും ഉയരം, 710 മീറ്റർ ഉയരത്തിൽ അത് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. അത് 9 വർഷം കൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കി, അത്രയും ഇതുണ്ട്.
ഈ പ്രതിമയുടെ മാത്രം ഉയരം 30 മീറ്റർ ആണ്. പിന്നെ കൈകളുടെ വീതി 28 മീറ്റർ. അതിന്റെ ഭാരം എന്ന് പറയുന്നത് 1145 ടണ്ണ്. അത്രയും വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്രയും വലുതാണ് അത്. ഭയങ്കര ഹ്യൂജ് ആണ്. ഈ കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും വെൽക്കം ചെയ്യുന്നു എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വെൽക്കമിങ് ചെയ്യുന്നതിന്റെയും പ്രതിരൂപമായിട്ടാണ് ഈ ഒരു കൈ ഇങ്ങനെ ക്രൈസ്റ്റ് ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെയാണ് നിൽക്കാറ്. ഇവിടെ അങ്ങനെ നിൽക്കാൻ തന്നെ സ്പേസ് ഇല്ല. ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് വെൽക്കം ചെയ്യുന്ന പോലെ നിൽക്കുന്നത്. വേൾഡ് വണ്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഈ ഒരു ക്രൈസ്റ്റ് റെഡീമിന്റെ പേര് വന്നത് 2007 ഇവിടുത്തെ വ്യൂ നോക്ക്, ഭയങ്കര അടിപൊളിയാണ്. ഇത് ആ ഒരു ഹെലികോപ്റ്ററിൽ പോവുകയാണെങ്കിൽ അതിനെക്കാട്ടിലും അടിപൊളിയാണ്. ഞാൻ എത്ര താഴേന്നാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയെന്ന് നോക്കിയേ. എനിക്ക് തോന്നുന്നു ബ്രസീലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്രൈസ്റ്റ് റെഡീം ഇതാണ്. ഏറ്റവും ഹൈറ്റിലുള്ളൊരു സ്റ്റാച്യൂവും ഇത് മാത്രമായിരിക്കും. നോക്ക്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ? നോക്കി, ഇത്ര ദൂരെയാണ്. ഞാൻ ഭയങ്കര ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഇത്രയും ഹൈറ്റിലായിട്ട് ഇടിമിന്നലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ചെറിയ ഇതൊക്കെ വരാറുണ്ട്. പക്ഷെ എന്നാലും അതെപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ആൾക്കാരാണ് വരുന്നത് ഇവിടെ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. പല പോസിൽ പല രീതിയിൽ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുവാണ് എല്ലാവരും. അവിടെയൊക്കെ വീണ്ടും ഓരോ പണി നടക്കുന്നുണ്ട്. അതാണ് സൈഡിൽ ഓരോ ഇങ്ങനെ ഇത് വെച്ചേക്കുന്നതാണ്, സ്റ്റെയർസൊക്കെ വെച്ചെന്ന് കാണും. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. ആ ബിൽഡിങ്സ് മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട, ഇത്രയും വലിയ ബിൽഡിങ്സ് ഉള്ളതും ഫുള്ളായിട്ട് നല്ല ഹൈറ്റിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ ഇവിടെ തിരക്ക് കൂട്ടിയിട്ട് നിൽക്കാൻ പറ്റണില്ല. ഇത് എൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ. ഹായ്, ഹൗ ആർ യു? I'm good. How are you? I forget your name. It's hard to pronounce. I remember, but the pronunciation is difficult. It's Jakub. Jakub. പക്ഷെ യാക്കൂബിനെ അല്ല എഴുതുന്നത്, ജെ ഒക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. പ്രൊണൗൺസിയേഷൻ വേറെയാണ് കേട്ടോ. ഇവൻ ജർമ്മനിയിലാണ്. യു ബീൻ ടു ഇന്ത്യ, റൈറ്റ്? Oh yeah. In Delhi and where? Mumbai. I was saying to him, like, come to my place, like Kerala. It's a south. It's entirely different from the north. I can imagine. Yeah. ഇവരെ ഹോസ്റ്റലിൽ കിട്ടിയതാണ്. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ ഒരേ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവൻ ട്രെയിൻ എടുത്തിട്ടാണ് വന്നത്, ഞാൻ വാനിലാണ് വന്നത്. അപ്പോൾ നമ്മളിതേ ഫോട്ടോസൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എടുക്കണം, വാൻ ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എടുക്കണം. ട്രെയിൻ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദ വാൻ. Yeah, but tram. It's a tram. Yeah, train അല്ല, ട്രാം ആണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ അതും. സോ നമ്മളിങ്ങനെ കമ്പനി അടിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് പോകണം. ഞാനിതേ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ വണ്ടിയിൽ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകണം. ഞാനിത് അവിടെ ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെവി ഇതാവുന്ന പോലെ എൻ്റെ ചെവി ഇങ്ങനെ എന്തോ ആയിട്ടിരിക്കുവാണ്. ഓൾറെഡി എനിക്ക് ത്രോട്ട് പെയിന്, കണ്ണൊക്കെ വേദന എടുത്ത് പനി വരുന്ന പോലൊരു ചൂട് തലവേദനയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ എന്തോ ആയി പോകുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്നിക്കേഴ്സ് മേടിച്ചത്. എന്തോ പോലെ ഇങ്ങനെ ചെവി കിടന്ന് അടിക്കുന്നത്. ഞാനിതാ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും ഇല്ല ഈ വഴിയിലൊന്നും. ഫുള്ള് കാട്. കണ്ട, കാടും വഴി റോഡും ഞാനും മാത്രമുള്ളേ. എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോവും. എല്ലാ വണ്ടിയും മുകളിലേക്ക് പോകുന്നുണ്ട്. താഴേക്ക് വരുന്ന വണ്ടിയെല്ലാം ഫുള്ളായിട്ടാണ് വരുന്നത്. ഈ താഴേൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ. താഴേക്ക് ഇറക്കമായതുകൊണ്ട് തന്നെ ഈസിയാണ്. വേറെ ആരും നടക്കാനില്ലെങ്കിലും സിമ്പിളായിട്ട് നടന്ന് പോവാം. ഒരു 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നത് വേൾഡിലെയും ബ്രസീലിലെ എന്താ പറയുക മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ബ്രസീലിലെ ഏറ്റവും വലിയ സ്ലം ഏരിയ ആയിട്ടുള്ള ഫവേല എന്ന് പറഞ്ഞിട്ടുള്ള അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് എങ്ങനെ എത്തിപ്പെടും എന്താണെന്ന് അറിയില്ല. ആരും ഗൈഡൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോവില്ല. ഞാൻ ഗൈഡൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോവാണ്. പേടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അപ്പോൾ അതൊരു പേടി തന്നെയാണ്. അല്ലാണ്ട് പിന്നെ എങ്ങനെ അവിടെ എത്തും എന്നറിയില്ല. അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ടല്ലോ. വെറുതെ ലിഫ്റ്റ് അടിച്ച് നോക്കിയതാ, നിർത്തിയില്ല. ബൈക്കാണ്. പേടിയാണ് ഇവിടെ ബൈക്ക് കയറാൻ. ഇവരുടെ ബൈക്കിൻ്റെ വീഡിയോസ് ബ്രസീലിൽ നിന്ന് അടിച്ചിട്ട് ബൈക്കിൽ നിന്ന് അടിച്ചു നോക്കിയാൽ അറിയാം. ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടി ഓടിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കിളി പോവും. അങ്ങനെയാണ് ഇവർ ബൈക്കിലെല്ലാം ഓടിക്കുക. അപ്പോൾ ഈ ഫവേല ഏരിയ അത്രയും ഡേഞ്ചറസ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ ഫോണും ഉണ്ടാവും. ഫോണായിട്ടേ പോവില്ല. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ ഗൈഡായിട്ടൊക്കെ പോവുള്ളൂ. ഞാനിതൊന്നും ഇല്ലാണ്ട് ഫോണൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുവാണ്.
എന്താവും എനിക്കറിയില്ല. റിസ്ക് എടുത്താണ് പോകുന്നത്. റിസ്ക് നല്ലതുണ്ട്, റിസ്ക് ഇല്ലാണ്ട് അങ്ങോട്ട് എത്താൻ പറ്റൂല. എന്തായാലും പോയി നോക്കാം, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാം, അല്ലാണ്ടൊന്നും പറയാനില്ല. പക്ഷേ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ 15 കിലോമീറ്റർ ഞാൻ എങ്ങനെ എത്തും അതെനിക്കറിയില്ല. ബസ്സുണ്ടോ? ബസ്സില്ലെന്ന് തോന്നുന്നു, ആ ഏരിയയിലേക്കൊന്നും ബസ്സില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പാടുണ്ടാവും. എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടണം. ബൈക്ക് ടാക്സീസ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്തായാലും നോക്കട്ടെ, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ അവിടെ എത്തിപ്പെടും. നടന്ന് എനിക്കിതാ ഒരു ടാക്സിയിൽ തന്നെയാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. ലിഫ്റ്റിന് ഇവിടെ പറയുന്നത് കറോണ അങ്ങനെ എന്തോ ആണ്. ഞാൻ പറയുന്നത് കറോണ ലിഫ്റ്റ്. ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുന്നതിന് കറോണ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ടാക്സിയിൽ തന്നെ കറോണ അടിച്ചിട്ടാണ് വരുന്നത്, ലിഫ്റ്റ് അടിച്ച് വരാമെന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം സ്പാനിഷ് പോലെയല്ല, പോർച്ചുഗീസ് കുറച്ച് ഡിഫറൻസ് ആണ്. അപ്പോൾ കറോണ അത് ഞാൻ പറഞ്ഞു വെച്ചേക്കുവാണ്. എനിക്കറിയില്ല, താഴെ വരെ ഉണ്ടാവും. താഴെ എത്തിയിട്ട് പിന്നെ പ്ലാൻ ചെയ്യണം എങ്ങനെ പോകണം എന്നുള്ളത്. പോകുന്ന വഴിക്ക് നമുക്ക് കുരങ്ങനൊക്കെ കാണാം കേട്ടാ. കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുരങ്ങന്മാരെ. പക്ഷെ അത് ഓടിപ്പോയി. അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്തി നോക്കുന്നു പേടിച്ചിട്ട്. കണ്ടാ ഓടി പോകുന്നുണ്ടാ നോക്ക്, അതുവഴിയെല്ലാം. ഓക്കെ, ഒരു അടിപൊളി കുരങ്ങൻ, ബ്ലാക്ക് കളറിലെ കുരങ്ങന്മാരാണ്. ആ ടാക്സിയിൽ ഞാൻ താഴെ ഇവിടെ എത്തിയപ്പോൾ അതേ വീണ്ടും ഞാൻ അവനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹായ് അഗൈൻ. രാവിലെ ഞാൻ അവിടെ ഇരുന്നപ്പോഴും അവൻ എൻ്റെ അടുത്ത് വന്ന് ഹായ് പറഞ്ഞു. ഇപ്പോഴും അത് ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഒരു 4 മണിയായി. 4 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് അങ്ങോട്ട്. 1 hourൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ലേറ്റ് ആവും. അവിടെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പോകുന്നത് സേഫ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം പോകണ്ട എന്ന്. പ്ലാൻ എന്താണെന്ന് ഇനി ഇപ്പോഴത്തെ പ്ലാൻ എനിക്കൊരു പ്ലാനും ഇല്ല, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നത് ഭയങ്കര തലവേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം നേരെ സെൻട്രലിലേക്കാണ് പോകുന്നത്. ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. അവിടുന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് ജേഴ്സി കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ നടക്കുവാണേ. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ് എല്ലാം കാണുന്നുണ്ട്. എനിക്ക് വയ്യ തീരെ, എന്നാലും ഞാൻ വിചാരിച്ച് ജേഴ്സി എന്തായാലും മേടിക്കണം. അപ്പം ഞാനിങ്ങനെ ഇതുവഴി നടക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാനിവിടെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 40ഉം ഒരെണ്ണത്തിന് 30ഉം ആണ് ആയിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇവിടുത്തെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ കാണാൻ. ഇവിടുന്ന് ഇങ്ങനെ മേടിക്കുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. ഒരെണ്ണത്തിന് 750ഉം ഒരെണ്ണത്തിന് 565ഉം അത്ര റേറ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ പിന്നെയും കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒടുക്കത്തെ പൈസയാണ്. സമയം 5:30 ആയിട്ടുള്ളേ. പക്ഷെ 5:30 ആയപ്പോഴത്തേനും ഫുൾ ഇരുട്ടായി. ഇവിടെ അങ്ങനെയാണ്, 5:30 ആകുമ്പോൾ തന്നെ ഇരുട്ടാവും. രാവിലെ ആണെങ്കിലും അതെ, ഡേ ടൈം കുറവാണ്, പെട്ടെന്ന് ഇരുട്ടാവും. യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ട് എന്തോ പോലെ. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കത്തന വെയിലായിരിക്കും. രാത്രി 9:30-10 മണി വരെ നല്ല വെളിച്ചം ഉണ്ടാവും. ഇത് പെട്ടെന്ന് എണീക്കുമ്പോൾ തന്നെ രാത്രി ആവുന്നൊരു ഫീലാണ്. എനിക്കെന്തോ രാത്രി അപ്പോൾ കൂടുതൽ വയ്യാണ്ടായേ. ഇതിപ്പോൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ആവാറായതുകൊണ്ട് നോക്ക്, ഇങ്ങനെ പിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ ബഹളവും ഒച്ചയും ഇതൊക്കെ ആയിട്ട് ഫുൾ ഇതായിരിക്കും. ഇപ്പോൾ എവിടെ നോക്കിയാലും ജേഴ്സിയും അങ്ങനത്തെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റേറ്റ് ഒന്നിലെ കൂടിയിട്ടുണ്ടാവും, അല്ലേ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരുപാട് ആൾക്കാർ മേടിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മേടിക്കുന്നോർത്ത് ഒന്നിലെ റേറ്റ് കൂട്ടിയിട്ടുണ്ടാവും, അല്ലേ എല്ലാവരും മേടിക്കുന്നോർത്ത് റേറ്റ് കുറച്ചിട്ടുണ്ടാവേ. കണ്ടോ ജേഴ്സി, എവിടെ നോക്കിയാലും ജേഴ്സി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് പാല് മേടിക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അത് കലക്കി കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരു നേരത്തെ ഫുഡായി. തിരിച്ച് ഞാനിതാ ഹോസ്റ്റലിലേക്ക് നടന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററും കൂടെ എനിക്ക് നടന്ന് ഹോസ്റ്റലിൽ എത്താനുണ്ട് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.